നമസ്കാരം. തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ സുരേഷ് ഗോപി വിജയിക്കുമെന്നുള്ള രീതിയിലേക്കുള്ള പ്രചരണ പ്രവർത്തനങ്ങളായിരുന്നു BJP തിരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് തന്നെ നടത്തിയിരുന്നത്. തിരഞ്ഞെടുപ്പിന് ശേഷം പല കോണുകളിൽ നിന്നും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള മാധ്യമ പ്രവർത്തകരടക്കം പ്രധാനപ്പെട്ട ആളുകൾ എല്ലാവരും പറയുന്നത് സുരേഷ് ഗോപിക്ക് വിജയം സുനിശ്ചിതമായിരിക്കും, സ്ത്രീജനങ്ങളുടെ വോട്ടാണ് അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ഗുണകരമായിരിക്കുന്നത്. സ്ത്രീജനങ്ങളുടെ ഭാഗത്ത് നിന്നുള്ള പ്രതികരണവും തിരഞ്ഞെടുപ്പിന് ശേഷം വലിയ രീതിയിലുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമായിട്ടാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ സമയത്ത് തൃശ്ശൂരിലെ സ്ത്രീജനങ്ങളുടെ വോട്ടിന് അല്ലെങ്കിൽ വോട്ട് ഏറ്റവും കൂടുതൽ സുരേഷ് ഗോപി നേടിയെടുക്കാനുണ്ടായ സാഹചര്യം എന്തായിരുന്നു എന്നുള്ളത് വിശദീകരിക്കാനായിട്ട് നമ്മുടെ തൃശ്ശൂരിലെ തന്നെ വലതുപക്ഷ നിരീക്ഷകയായിട്ടുള്ള ജ്യോതി സുകുമാരൻ ഇപ്പോ നമ്മോടൊപ്പം ചേരുകയാണ്. മാഡം നമസ്കാരം. നമസ്കാരം. മാഡം, ഈ തൃശ്ശൂരിലെ സ്ത്രീജനങ്ങളുടെ വോട്ടാണ് സുരേഷ് ഗോപിക്ക് ഏറ്റവും കൂടുതൽ ഗുണകരമായിരിക്കുന്നത്, അദ്ദേഹത്തിന്റെ വിജയത്തിലേക്ക് അത് എത്തിക്കുമെന്നുള്ള രീതിയിലേക്കുള്ള കാര്യങ്ങളാണ് മൊത്തത്തിൽ ഒരു പറഞ്ഞ് കേൾക്കുന്നത്. ഇത് എത്രത്തോളം യാഥാർത്ഥ്യമാണ്? വളരെയധികം യാഥാർത്ഥ്യമുള്ള ഒരു കാര്യമാണ്. അപ്പൊ താങ്കൾക്കറിയാം, നമ്മളിപ്പോ 1-2 ഇന്റർവ്യൂ ഇതിൽ കഴിഞ്ഞതാണ്. ഞാൻ സുരേഷ് ഗോപി ഫോർ പാർലമെന്റ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പുമായിട്ടും അസോസിയേറ്റ് ചെയ്ത് പ്രവർത്തിച്ചതാണ്. അപ്പൊ അതില് കൂടുതലായിട്ടും സ്ത്രീകൾ, നമ്മളൊരു കൂട്ടായ്മയിൽ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഒരുപാട് സ്ത്രീകള് പിന്നീട് വന്നിട്ട് ഈ കൂട്ടായ്മയിൽ ചേരണം എന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും വന്ന് ചേരുണ്ടായിട്ടുണ്ട്. അത് മാത്രമല്ല, നമ്മള് പൊതുവേദികളിൽ ഇതിനായിട്ട് നമ്മൾ ഇറങ്ങിയ സമയത്തും ധാരാളം സ്ത്രീകളുടെ പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് നേരിട്ടും അതല്ലാതെ നമ്മൾ മുഖ്യധാര മാധ്യമങ്ങളിലൂടെയും അതുപോലെ തന്നെ യൂട്യൂബുകളിലൊക്കെ നമ്മൾ കണ്ടതാണ്, അവരുടെ ഒരു ആവേശം. അതിന്റെ കാരണം എന്താ വെച്ചാല്, സുരേഷ് ഗോപി നമുക്ക് എപ്പോഴും ഒരു ജനനേതാവ് എന്ന് പറയുമ്പോൾ ഒരു ദന്തഗോപുരത്തിൽ ഇരിക്കുന്ന ഒരാളെ നമുക്ക് അങ്ങനെ ഇപ്പൊ സങ്കല്പിക്കാൻ പറ്റാവുന്ന ഒരു കാലഘട്ടത്തിലല്ല നമ്മൾ ജീവിക്കുന്നത്. നമുക്ക് നേരിട്ട് സമീപിക്കാൻ പറ്റിയ അത്രയും നല്ലതെന്ന് വിചാരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ. ഒരുപാട് സ്ത്രീകളുടെ ഒരു ഇഷ്ടം അതാണ്. മാത്രമല്ല, സുരേഷ് ഗോപിയെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം, അദ്ദേഹത്തിന് ഒരു അഴിമതിയുടെ ബാക്ക്ഗ്രൗണ്ട് ഇല്ല. കാരണം അദ്ദേഹത്തിന്റെ തന്നെ ഫണ്ട് എടുത്തിട്ടാണ് ഇങ്ങനെ പൊതുപ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. അതുകൂടാതെ സ്ത്രീകൾക്കും കുട്ടികൾക്കും ഉള്ള വെൽഫെയറിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം മനസ്സറിഞ്ഞ് അത് അങ്ങനെ ചൂസ് ചെയ്ത് തന്നെ കൂടുതലായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ പറഞ്ഞ പോലെ ഒരു സഹോദരനെ പോലെയോ ഒരു അച്ഛനെ പോലെയോ ഒരു ഏട്ടനെ പോലെയൊക്കെ തോന്നുന്ന ഒരു ഫിഗറായിട്ട് ഇപ്പൊ നമുക്ക് സിനിമയിൽ കണ്ടിട്ടുള്ള ഒരു പരിചിത മുഖവും അദ്ദേഹത്തിന്റെ സൗമനസ്യം നിറഞ്ഞിട്ടുള്ള പെരുമാറ്റവും മാത്രവുമല്ല, അദ്ദേഹത്തിന്റെ സഹധർമ്മിണി ശ്രീമതി രാധിക, അവരും ഇദ്ദേഹത്തിന്റെ പിന്നിൽ നിന്നതിനൊപ്പം തോളോട് ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അവര് വെളിച്ചത്തേക്ക് വരുന്നില്ല എന്നേ ഉള്ളൂ. ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. ചില സിനിമാ നടന്മാർ തന്നെ അതിനെക്കുറിച്ച് പറയണ്ടേ, അവരുടെയും കൂടി ഒരു വലിയ സപ്പോർട്ട് കൊണ്ടാണ്. അപ്പൊ ഇതെല്ലാം തന്നെ സുരേഷ് ഗോപിക്ക് ഭയങ്കര ആഡഡ് ഒരു വാല്യൂ സ്ത്രീകളുടെ ഇടയിൽ കൊടുത്തിട്ടുണ്ട്, ധാരാളമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോ പ്രധാനമായിട്ട് വേറൊരു കാര്യം പറയുന്ന ഒരു വിഷയം, സ്ത്രീജനങ്ങളുടെ മനസ്സിനെ സ്വാധീനിക്കാൻ, അവർ വോട്ട് സ്വാധീനിച്ചെടുക്കാൻ എന്ത് കഴിവാണ് സുരേഷ് ഗോപിയെക്കാളും മറ്റ് 2 സ്ഥാനാർത്ഥികൾക്ക് എന്നുള്ളത്, എന്ത് മേന്മയുണ്ട് എന്നുള്ളൊരു ചോദ്യമുണ്ട്. അത് നോക്കുമ്പോഴാണ് സ്ത്രീകൾ കൃത്യമായിട്ട് നോക്കുന്നത്, സുരേഷ് ഗോപിയെ ഫോക്കസ് ചെയ്യുന്നത്. ഇത് ശരിയല്ലേ? തീർച്ചയായിട്ടും. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ നമ്മള് വ്യക്തിപരമായിട്ട് പറഞ്ഞില്ലെങ്കിലും മറ്റു 2 സ്ഥാനാർത്ഥികളെ ഇപ്പൊ എനിക്ക് തന്നെ വ്യക്തിപരമായിട്ട് നമ്മൾ അവരെ വീക്ഷിക്കുകയാണെങ്കിൽ നമുക്കൊരു അപ്രോച്ചബിൾ ആയ ഒരാളായിട്ട് നമുക്ക് തോന്നില്ല. അവരെ രണ്ടുപേരും കുറച്ചൊരു എന്താ പറയാ, നമ്മുടെ ഒരു വീക്ഷണകോണിന്ന് അതിനെ ഒരു വ്യക്തിപരമായിട്ട് കാണേണ്ട, അപഹാസ്യമായിട്ട് കാണേണ്ട അല്പം ധാർഷ്ട്യവും പിന്നെ ഒരുപാട് കാലം ഈ പ്രവർത്തന മേഖലയിൽ നിന്നിട്ടുണ്ടായിട്ടുള്ള കുറച്ചൊരു മുഷ്കും ഒരു താൻപോരിമയും ഒരു അധികാര പ്രമത്തതയും ഒക്കെ പ്രൊജക്ട് ചെയ്യുന്ന രീതിയിലാണ് ഇവരെ അപ്രോച്ച്. ഇത് ആ ഒരു കാലഘട്ടത്തിലെ പൊളിറ്റിക്സിൽ ഇത് ആവശ്യമായിരുന്നു. പക്ഷെ ഇനിയുള്ള കാലങ്ങളില് നമ്മളുടെ നേതാക്കളുണ്ടല്ലോ, കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലെ നേതാക്കളും അവരുടെ ഈ ഒരു മൂടുപടം അഴിച്ചു കളയേണ്ട സമയമായിരിക്കണം. നമുക്ക് കുറച്ചുകൂടി ലാളിത്യവും അതുപോലെ തന്നെ നമ്മളോട് ചേർന്ന് നടക്കുന്ന, സമാന്തരമായി നടക്കുന്ന ആൾക്കാരെ കൂടുതൽ അംഗീകരിക്കുന്ന ഒരു പ്രവണത മലയാളിക്കും വന്നു ചേർന്നിട്ടുണ്ട്. മലയാളിയും പഴയ ഒരു എന്താ പറയാ, തനിക്കെല്ലാം അറിയാം, ബുദ്ധിരാക്ഷസന്മാരാണ് എന്നുള്ളൊരു ഇതിൽ നിന്ന് മാറി അവരും ചിന്തിക്കാൻ തുടങ്ങി. ഒരു സെറ്റ് പാറ്റേണിൽ ചിന്തിച്ചുകൊണ്ടിരുന്ന മലയാളി ഒരുപാട് മാറി ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഞാൻ പൊതുവെ പറയാണ്, ഇപ്പൊ സുരേഷ് ഗോപിയുടെ എതിരായി നിൽക്കുന്ന 2 നേതാക്കന്മാരുടെ കാര്യത്തിൽ മാത്രമല്ല, പൊതുവെ നമ്മുടെ നേതാക്കന്മാര് അവരുടെ ജനങ്ങളെ വിജയിപ്പിച്ചെടുത്തു കഴിയുമ്പോഴേക്കും അവരൊരു വേറൊരു ലെവലിലെത്തിയതായിട്ടും ഇനി 5 വർഷം അധികാരം അവരുടെ കയ്യിൽ തന്നെയാണെന്നും അവർക്ക് എന്തും ചെയ്യാമെന്നും ആരും ചോദ്യം ചെയ്യാനില്ല എന്നും അവരെ കുറച്ച് അണികൾ അവരെ ന്യായീകരിക്കാൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ രക്ഷപ്പെട്ടു പോകുന്നുള്ള ഒരു കാലം കഴിഞ്ഞു. കാരണം എന്താ വെച്ചാൽ ഈ ഒരു സോഷ്യൽ മീഡിയയുടെ അത്ര അധികം അതിപ്രസരമുള്ള ഒരു കാലത്തുണ്ടല്ലോ,
എല്ലാ വിഷയങ്ങളുടെയും രണ്ട് വശങ്ങൾ ആൾക്കാർക്ക് മനസ്സിലാവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഇപ്പം തിരുവനന്തപുരം മേയർ അവര് ഒരു പ്രസ്താവന ഇറക്കി, അവരുടെ ഒരു വിഷയം അത് പൊതുജനമധ്യത്തിൽ ഇറക്കി, അതിന് ഒരുപാട് ക്യാപ്സ്യൂളുകളായിട്ട് അവരുടെ തന്നെ മുതിർന്നൊരു നേതാവ് വന്നു. പക്ഷെ ഇതിനൊക്കെ മറുവശമുള്ളതും ഇപ്പൊ അത്ര തന്നെ ഒരു പൊതുജനത്തിന് എപ്പോഴും അതർ സൈഡ് കാണാനുള്ള ആഗ്രഹം ഇപ്പൊ കൂടുതലാണ്. അപ്പൊ അതിൽ കുറച്ചുകൂടി സത്യസന്ധതയും നേരസ്ഥതയും ഉണ്ടെങ്കിൽ പൊതുജനം അത് വിശ്വസിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു വെളുപ്പിക്കല് ഒന്നും നടന്നിട്ടില്ല. ഇതൊരു ഉദാഹരണമായിട്ട് എല്ലാ നേതാക്കളും എടുക്കേണ്ടതാണ്. അധികാരം കിട്ടിക്കഴിഞ്ഞാൽ അവരൊരു സർവ്വ സൈന്യാധിപന്റെ ഒരു അഹങ്കാരവും ധാർഷ്ട്യവും മുഷ്കും കൊണ്ട് നടക്കുന്നത് ഇനി അവർക്ക് ഗുണം ചെയ്യില്ല. ഇപ്പോൾ ഈ നമ്മുടെ രാജ്യത്തെ മുസ്ലിം സ്ത്രീകൾ ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ കുറെ വർഷങ്ങളായി രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമൊക്കെ വലിയ രീതിയിൽ അനുഭവിച്ചൊരു പ്രശ്നമാണ് ട്രിപ്പിൾ മുത്തലാഖ് എന്ന് പറയുന്ന ഒരു സംഭവം. ചില ഒരു മുസ്ലിം പുരുഷന് 4 വരെ വിവാഹം കഴിക്കാമെന്നുള്ള രീതിയിലേക്കുള്ളൊരു അവരുടെ മതപരമായിട്ടുള്ളത്. ഇതിൽ ഒരുപാട് ദുരിതം അനുഭവിച്ച സ്ത്രീകളുണ്ട്, മുസ്ലിം സ്ത്രീ സഹോദരിമാരുണ്ട്. അപ്പോൾ നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം സ്ത്രീകൾക്കിടയിലുള്ള പരിഷ്കാരങ്ങൾ കൊണ്ടുവരാൻ അത് പല രീതിയിലുള്ള സ്ത്രീ സംവരണം കൊണ്ടുവരുന്നതാണെങ്കിലും ഇതിൽ ഈ മുത്തലാഖ് ബില്ല് എന്ന് പറയുന്ന പുതിയൊരു സംവിധാനം കൊണ്ടുവന്ന് മുസ്ലിം സ്ത്രീകളുടെ സംരക്ഷണം ഏറ്റെടുക്കുന്ന ഒരു സംഭവമുണ്ട്. ഇത് ഉത്തർപ്രദേശ് എന്ന് പറയുന്ന സംസ്ഥാനത്തൊക്കെ BJPക്ക് വളരെ ഗുണകരമായി പല മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലങ്ങളിലും BJP വിജയിക്കാനുള്ള സാഹചര്യം എത്തി കഴിഞ്ഞ വർഷങ്ങളെല്ലാം. അപ്പോൾ ഈ ഒരു സാഹചര്യം ഇന്ന് കേരളത്തിലെ അല്ലെങ്കിൽ ഈ തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ വരുന്ന 15% വരുന്ന മുസ്ലിങ്ങൾക്കിടയിൽ ഇതൊക്കെ ഒന്ന് സുരേഷ് ഗോപിക്ക് അനുകൂലമായിട്ടുണ്ടാവും? തീർച്ചയായിട്ടും കേരളത്തിലെ മുത്തലാഖിന്റെ പ്രശ്നം അധികം ഉണ്ടായിരുന്നില്ല. ഒരു കാലത്ത് അറബി കല്യാണങ്ങൾ ധാരാളം നടന്നിരുന്നു, ചില ബെൽറ്റുകൾ കേന്ദ്രീകരിച്ചിട്ട്. പക്ഷെ അന്നൊന്നും ഈ മീഡിയ എന്ന് പറയുന്ന സാധനം ഇങ്ങനെയുള്ള ന്യൂസുകളൊന്നും അധികം പുറത്തേക്ക് കൊണ്ടുവന്നിരുന്നില്ല. അപ്പൊ നമുക്കൊന്നും ഇതിനെക്കുറിച്ചൊരു സാധാരണ പൗരന് അറിയില്ലായിരുന്നു. പിൽക്കാലത്താണ് ഈ അറബി കല്യാണങ്ങളുടെ വരുംവരായികളെ കുറിച്ചൊക്കെ കുറച്ചൊക്കെ ന്യൂസുകൾ പുറത്തേക്ക് വന്നത്. അന്ന് പിന്നെ ഈ തലാഖ് ചൊല്ലി ഒഴിവാക്കുന്ന സമ്പ്രദായങ്ങൾ, അപ്പൊ അത് ഈ മുസ്ലിം പോപ്പുലേഷൻ കൂടുതൽ മലപ്പുറം ജില്ല പോലെയുള്ള സ്ഥലങ്ങളോ അല്ലെങ്കിൽ കാസർഗോഡ് പോലെയുള്ള സ്ഥലങ്ങളോ ആയിരിക്കും അത് കൂടുതൽ നിലനിന്നുണ്ടാവുക. ഇത് പുറം ലോകം അറിഞ്ഞിരുന്നില്ല. അത് അവരുടെ കമ്മ്യൂണിറ്റിയുടെ ഉള്ളിൽ ഒളിപ്പിച്ചു വെക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നു. പക്ഷെ ഇന്നിപ്പോ ഈ പറഞ്ഞ പോലെ UP പോലെയുള്ള വളരെ പിന്നോക്കമായിട്ട് നിന്നിരുന്ന സംസ്ഥാനങ്ങളിലെ സ്ത്രീകൾ കണ്ടമാനം അതിന്റെ ദുരിതം അനുഭവിച്ചവരാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയധികം വൻ മുന്നേറ്റം. ഹിന്ദു വോട്ട് പോലെ തന്നെ അവിടുത്തെ മുസ്ലിം വോട്ടുകളും മോദിയെ അല്ലെങ്കിൽ യോഗിയെ ജയിക്കാൻ സഹായിക്കുന്നുണ്ട്. മാത്രവുമല്ല പലതരം വീഡിയോസ് അവിടുന്ന് വരുന്നത് കണ്ടാൽ നമുക്കറിയാം മുസ്ലിം സ്ത്രീകളൊക്കെ അവർക്ക് അനുകൂലമായിട്ട് സംസാരിക്കണം. കേരളത്തിലൊരവസ്ഥ പറഞ്ഞാല് ഇവിടുത്തെ മുസ്ലിം സംഘടനകളുടെ ഉള്ളില് വളരെയധികം റെസ്ട്രിക്റ്റഡ് ആണ്. അവർക്ക് അധികം തുറന്നു പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം, സ്ത്രീകൾ വളരെ കുറവാണ്. മുസ്ലിം സമുദായത്തിലെ സ്ത്രീകൾ മുന്നോട്ട് വന്ന പൊതു മണ്ഡലങ്ങളിൽ ഇപ്പോഴും ഇവിടെ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് എന്താ പറയാ, ഇതിനെക്കുറിച്ച് പുറത്തു പറയാൻ പറ്റില്ല. അനുകൂലമായിട്ടോ പ്രതികൂലമായിട്ടോ പറയാൻ സാധിക്കില്ല. പക്ഷെ ഞാൻ വ്യക്തിപരമായിട്ട് പറയാണ്, എനിക്ക് അടുത്തറിയാവുന്ന കുറെ മുസ്ലിം വനിതകള് അവര് പറയേണ്ടതായിട്ടുണ്ട് നമ്മുടെ വോട്ട്. കാരണം വിദ്യാഭ്യാസത്തിൽ വളരെ മുന്നേറിയ സംസ്ഥാനമാണ് കേരളം. അതുപോലെ കോഴിക്കോട് പോലെയുള്ള ജില്ലകൾ വളരെയധികം വിദ്യാസമ്പന്നരായിട്ട് മുസ്ലിം സ്ത്രീകളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുടെയൊക്കെ വോട്ട് എന്തായാലും തീർച്ചയായിട്ടും ഇതിന് അനുകൂലമായിട്ട് വരും. BJPക്ക് അനുകൂലമായിട്ട് വരും. തൃശ്ശൂർ ജില്ലയിലും വരും. ഇപ്പൊ തന്നെ എന്തായാലും ചാവക്കാട് ബെൽറ്റ് നിന്നൊക്കെയാണല്ലോ വോട്ട് കുറവ് കഴിഞ്ഞാണ് കിട്ടിയത്. പക്ഷെ ഇത്തവണ നമ്മൾ പ്രവർത്തനത്തിന് ഇറങ്ങിയപ്പോ ആ ഭാഗത്തു നിന്നൊക്കെയുള്ള ചില ആൾക്കാർ നമ്മളെ വിളിച്ചിട്ട് കോണ്ടാക്ട് ചെയ്തിരുന്നു. നിങ്ങളിവിടെ കുടുംബസംഗമം വെക്കും, ഞങ്ങൾ ഓർഗനൈസ് ചെയ്യാമെന്ന് സംസാരിക്കൂ, ധാരാളം അനുകൂലമായിട്ടുള്ള പ്രതികരണം ഈ ഭാഗത്തുണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ പോവൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ പ്രധാനമായിട്ട് നമ്മുടെ കേരളത്തിന്റെ ഈ ഒരു പാർലമെന്റ് ഇലക്ഷനെ സ്ത്രീ ജനങ്ങൾ നോക്കിക്കാണുന്നത് ആന്റി പിണറായിസം അല്ലെങ്കിൽ ആന്റി പിണറായി തരംഗം എന്നുള്ള സംഭവം കേരളത്തിൽ ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമല്ല. അത് സ്ത്രീകൾ ഇപ്പോൾ പെൻഷന്റെ വിഷയങ്ങളാണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ ജനങ്ങളുടെ കയ്യിൽ സാമ്പത്തികമില്ലാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഇത് ശരിക്കും ഈ ആന്റി പിണറായി തരംഗം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്? തീർച്ചയായിട്ടും എന്നെ കുറിച്ച് വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം എന്താ വെച്ചാല് ഫസ്റ്റ് ഇതിൽ വന്നപ്പോ ഈ പറഞ്ഞ പോലെ അവരുടെ ഇലക്ഷൻ ക്യാപ്ഷൻ എന്തായിരുന്നു, എന്താണ്, LDF വരും എല്ലാം ശരിയാകും. അപ്പൊ ആദ്യത്തെ കഴിഞ്ഞ 5 വർഷം കഴിഞ്ഞ പിന്നത്തെ ഇലക്ഷനിൽ ഞാൻ തമാശയായിട്ട് പല ദിക്കിലും പറഞ്ഞതാണ്. പിന്നെ പറഞ്ഞത് അതിദാരിദ്ര്യം തുടച്ചു നിൽക്കുന്ന, അതായത് 5 വർഷം ഇദ്ദേഹം ഭരിച്ചു കഴിഞ്ഞിട്ട് ഇദ്ദേഹം തന്നെ നമ്മളോട് പറയണു ഇവിടെ അതിദാരിദ്ര്യമായിട്ടുണ്ടെന്ന്. ഇതാണ് ഒരു ഭരണാധികാരി നമുക്ക് തരേണ്ട സൂചന. അത് കഴിഞ്ഞപ്പോ ഇന്നാളൊരു പ്രസ്താവന ഇറക്കണാണ്ട് 2025 അതിദാരിദ്ര്യം തുടച്ചു നീക്കുമെന്ന്. അപ്പൊ ഇതുവരെ ദാരിദ്ര്യത്തിന്റെ സൂചിക എവിടെയും എത്തിക്കാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. ഇതിന്റെ ഇടയിൽ നമ്മളെല്ലാം കാണുന്ന അമർഷ
സന്തോഷത്തോടു കൂടി കാണുന്ന ഒരു വൈകാരികമായി കാണുന്ന സ്ത്രീകൾ കാണുന്ന ഒരു വിഷയം എന്താ വെച്ചാല് ഇത്രയധികം ഇപ്പൊ വാളയാർ പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെട്ടു, അതിനെക്കുറിച്ച് ഒന്നുമില്ല. ആ കേസ് ഇപ്പൊ എവിടെ എത്തി നമുക്കറിയില്ല. അതുപോലെ തന്നെ ആലുവയിൽ 5 വയസ്സുകാരി പീഡിപ്പിക്കപ്പെട്ടു. അപ്പൊ ഇങ്ങനെ ഓരോ വിഷയങ്ങൾ ഉണ്ടാകുമ്പോഴും, അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ ഈ തെരുവ് നായ്ക്കൾ കടിച്ചു കീറുന്ന വിഷയങ്ങൾ, ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ഇവിടെ ഹാൻഡിൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ കൊലപാതകങ്ങള്, നരബലി, ഡോക്ടർ വന്ദനയുടെ കൊലപാതകം, ഇങ്ങനെ കുറേ സ്ത്രീ വിഷയമായിട്ടുള്ള ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നടക്കുമ്പോൾ ആന്റി സോഷ്യൽ എലിമെന്റ്സ് ഇവിടെ അഴിഞ്ഞാടുന്ന സമയത്ത് ഇവിടുത്തെ ആഭ്യന്തര വകുപ്പ് കൂടി കൈയാളുന്ന ഇദ്ദേഹത്തിന്റെ ആ ഒരു നിഷ്ക്രിയമായ മൗനം എന്ന് പറഞ്ഞാൽ അത് വളരെ പാപം നിറഞ്ഞൊരു മൗനാണ്. പാപത്തെ കുറിച്ച് സംസാരിക്കുന്ന ഒരു കാലത്തപ്പം നമ്മള് പാപിയും പാപവും ഒക്കെ, അതൊരു പാപം നിറഞ്ഞ മൗന. ഇവിടെയാണ് നമ്മൾ കാണുന്ന ന്യൂസുകളിൽ അദ്ദേഹത്തിന്റെ മകളെ മാത്രം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇവിടെയുള്ള കുത്തക മുതലാളിമാരുടെ കയ്യിൽ നിന്ന് സമ്പത്ത് ശേഖരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അമ്മമാർക്ക്, സഹോദരിമാർക്ക് നോവും. നമ്മൾക്ക് കൂടി, നമ്മുടെ മക്കൾ കൂടി അനുഭവിക്കേണ്ട, നമ്മുടെ വരും തലമുറകൾ അനുഭവിക്കേണ്ട സമ്പത്താണ് ഒരു ഫാമിലി. അങ്ങനെ ഒരു ഇംപ്രഷൻ ഉണ്ടാക്കാൻ എന്തായാലും സോഷ്യൽ മീഡിയയ്ക്കും അതുപോലെയുള്ള മാധ്യമങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ള, അതിൽ എത്ര തെറ്റുണ്ട് ശരിയുണ്ട് എന്നുള്ളതിനേക്കാളേറെ ഇത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ സരിത ഉപയോഗിച്ചുകൊണ്ട് ഉമ്മൻചാണ്ടിയെ വേട്ടയാടുന്നത്, നമ്മൾ രാഷ്ട്രീയത്തിന് അതീതമായിട്ട് പറയുമ്പോൾ ഒരു ലീഡറെ വേട്ടയാടുന്നത്, ഇതെല്ലാം തന്നെ നമ്മളുടെ എല്ലാവരെയും, നമ്മളാരും ഒന്നും അറിയാതെ തപസ് ചെയ്യുന്നതല്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ പ്രതികരിക്കാനുള്ളൊരു വേദി കുറഞ്ഞു ഇരിക്കുന്ന ഒരു കാലത്തായതുകൊണ്ട് ആരും അങ്ങനെ പ്രതികരിച്ചില്ല. ഇന്ന് അങ്ങനെയല്ല, ഇന്ന് നമുക്ക് ഓപ്പണായിട്ട് പറയാം. പറയുന്നത് റീച്ചും ഉണ്ട് ആളുകളിലേക്ക്. അത് ശരിയാണ് എന്ന് പറയാൻ നമ്മളെപ്പോലുള്ള ഒരു സാധാരണക്കാർ പറയുന്നത് വളരെ ശരിയാണ് എന്ന് പറയാൻ 1000 നാവ് അപ്പുറത്ത് വേറെയുണ്ട്. ഇപ്പോൾ ഇതുപോലെ തന്നെയാണ് തൃശ്ശൂരിലെ BJP സ്ഥാനാർത്ഥി സുരേഷ് ഗോപിക്ക് തന്നെയാണ് സ്ത്രീജനങ്ങൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് എന്ന് ഉറപ്പിക്കാൻ പറ്റും. അതെ, ഇതിലൊരു ആന്റി പിണറായിസം നല്ലോണം വർക്കൗട്ട് ആക്കാൻ BJPക്കും സാധിച്ചിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അപ്പൊ നമ്മള് പണ്ടേ ദുർബല ഇപ്പൊ ഗർഭിണി എന്ന് പറഞ്ഞ പോലെ നമ്മൾ പണ്ടേ അമർഷത്തിലായിരുന്നു സ്ത്രീജനങ്ങൾ പല കാരണങ്ങളെ കൊണ്ട്. അത് ശരിക്കും വോട്ടാക്കി മാറ്റാൻ ഈ എല്ലാ തലത്തിൽ നിന്നുള്ള ശരിയായ പ്രവർത്തനങ്ങള് അതിലേക്ക് ദിശയിലേക്ക് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. വളരെ നന്ദി മാഡം ഈ ഒരു സമയത്ത് നമ്മോട് പ്രതികരിച്ചതിന്. തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിലെ BJPയുടെ വിജയത്തെ സംബന്ധിച്ച് സ്ത്രീജനങ്ങളിലെ അവരുടെ നിലപാടുകൾ അത് വളരെയധികം പോസിറ്റീവ് ആണെന്നുള്ളത് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് തന്നെ എല്ലാം വ്യക്തമായിരുന്നു. അത് എത്രത്തോളം യാഥാർത്ഥ്യമാണെന്നുള്ളത് ജൂൺ 4-ാം തീയതി വരുന്ന തിരഞ്ഞെടുപ്പ് റിസൾട്ടിൽ നിന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. തൃശ്ശൂരിൽ നിന്നും മറ്റ് വിശേഷങ്ങളുമായിട്ട് വീണ്ടും ഒരിക്കൽ കൂടി നിങ്ങളുടെ മുന്നിൽ വരാം.